നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ മൗദൂദി ചാനലിന്റെ വളർത്തുപുത്രനായ മുബാറക് റാവുത്തറുടെ കുൽസിത പ്രവർത്തനങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നാളെ അതായത് ഇന്ന് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്ന യൂട്യൂബറായ ഖാദർ കരിപ്പൊടിയുടെ കുൽസിത പ്രവർത്തനങ്ങളുടെ വീഡിയോ ഞാൻ പുറത്തുവിടുമെന്ന്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ചില സഖാക്കൾ സ്നേഹത്തോടെ എന്നോട് ചോദിച്ചു, സഖാവേ, നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോയാൽ പോരെ, ഇങ്ങനെയുള്ളവന്മാരുടെ ഈ അവിഹിത കഥകളും കുൽസിത പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കുന്നതെന്ന് സ്നേഹപൂർവ്വം ചോദിച്ചു. അപ്പൊ അതിനുള്ള മറുപടി അവർക്ക് കൊടുത്തു. എന്നാലും നിങ്ങളും കൂടി അതിനുള്ള മറുപടി അറിയണം. വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രചോദനമായത് കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് നുണകൾ മാത്രം പറഞ്ഞ് സംഘപരിവാറിന്റെ ചിന്താശക്തികൾ ഉള്ളിട്ടുകൊണ്ട് നടക്കുന്ന വി.ഡി. സതീശൻ സാർ അവരുടെ വാക്കുകളാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമായത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വി.ഡി. സതീശൻ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും നുണേശൻ ചേട്ടാ, ഇല്ലെങ്കിൽ അവർ പറയും ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്ന്. അല്ലല്ല, ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ദൃശ്യങ്ങൾ എല്ലാ ആളുകളും പ്രചരിപ്പിച്ചതാണ്. ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടിയ ആരോ പ്രചരിപ്പിക്കുക, എല്ലാവരും പ്രചരിപ്പിക്കും. ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടിയ ആരോ പ്രചരിപ്പിക്കുക, എല്ലാവരും പ്രചരിപ്പിക്കും. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു മലയാളി എന്നുള്ള നിലയിൽ നമ്മൾ അനുഗമിച്ചില്ല എങ്കിൽ, പിന്തുടർന്നില്ല എങ്കിൽ അദ്ദേഹത്തിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ? പ്രത്യേകിച്ച് വി.ഡി. സതീശൻ സാറിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ ഖാദർ കരിപ്പൊടി. എന്നിട്ട് അങ്ങനെയുള്ള ഖാദർ കരിപ്പൊടിയുടെ ഒരു വീഡിയോ നമ്മുടെ കൈ കിട്ടിയിട്ട് നമ്മളത് പ്രചരിപ്പിച്ചില്ലെങ്കിൽ നാളെ വി.ഡി. സതീശൻ സാർ ചോദിക്കത്തില്ലേ, നീയൊക്കെ എവിടുത്തെ സൈബർ പോരാളികളാന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പുറത്തുവിടുന്നത്. അതിനു മുമ്പ് വേറെന്നൂടെ പറയാം, ഖാദർ കരിപ്പൊടി അവിവാഹിതനല്ല, വിവാഹിതനാണ്. നല്ല ആഡംബരപൂർവ്വം കല്യാണമൊക്കെ നടത്തി സുന്ദരിയായ ഒരു ഭാര്യ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് ഖാദർ കരിപ്പൊടി ഇങ്ങനെയൊക്കെ കുൽസിത പ്രവർത്തനങ്ങളുമായി പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പിന്നെ ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്, പീഡന പ്രിൻസിപ്പാളായ ഷാഫി പറമ്പിലിന്റെയും പീഡന ഹെഡ്മാസ്റ്ററായ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ അനുയായി ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ കോൺഗ്രസ് പാരമ്പര്യം പിന്തുടരുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സ്വപ്നം കാണുന്ന ഈ പറയുന്ന ഖാദർ കരിപ്പൊടി ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിക്കുള്ള കുൽസിത പ്രവർത്തനങ്ങളേ ഉള്ളൂ. എന്നാലും ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവാഹിതനല്ലായിരുന്നു എങ്കിൽ ഞാനൊരു പക്ഷേ ഇത് പുറത്തു വിടത്തില്ല. കാര്യം എന്താ, മനുഷ്യനല്ലേ പുള്ളേ, വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമ്മളെപ്പോലെ ഖാദർ കരിപ്പൊടിക്കും കാണുമല്ലോ. എന്തായാലും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഖാദർ കരിപ്പൊടിയുടെ ആ കുൽസിത കലാ കായിക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒറ്റ വാക്കിൽ കേരളത്തിന്റെ എൻടയർ പൊളിറ്റിക്സ് ഇങ്ങനെ എടുത്ത് അമ്മാനമാടിയ ഒരു മുതലാണിത്. ഇലക്ഷന്റെ പീക്ക് ലെവലിൽ കേരളം എത്തി നിൽക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്തുകയാണ്. കേരളത്തിന്റെ യുവജനതയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു കാര്യത്തെ മുന്നിൽ നിർത്തിയിട്ട് പറയാണ്, മോഡിഫിക്കേഷൻ ഒരു പരിധിവരെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു തരുമെന്ന് പറയുന്ന ഒരു ബോംബ് ഇടുന്നു. ആ ബോംബിൽ അങ്ങ് കത്തിച്ചാമ്പലാകുകയാണ്. യൂത്ത് മൊത്തം ഒരു 90% യൂത്തും വി.ഡി. സതീശനിലേക്ക് ഫോക്കസ് ചെയ്ത ഒരു പോയിന്റ്. ആ പോയിന്റ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഇദ്ദേഹത്തിന്റെ മെയിൻ തല, അത് എത്രത്തോളം ഉപകാരം ഉണ്ടാക്കിയ ഇലക്ഷനിൽ കോൺഗ്രസിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻടയർ യൂത്തിന്റെ ഒരു സൗണ്ടായി വി.ഡി. മാറുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ്, അതും ഇലക്ഷന്റെ ഒരു പീക്ക് പോയിന്റിൽ എത്തിച്ചത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ലീഡർ, അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരാൾ, എവിടെ കുത്തിയാൽ നോവും, എവിടെ കുത്തിയാൽ വെള്ളം കിട്ടുമെന്ന് കൃത്യമായി അറിയുന്ന, ജനത്തിന്റെ പൾസ് അറിയുന്ന ഒരു ലീഡർ. നാളെ UDF എങ്ങാനും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്ന ഏക ഓപ്ഷനേ ഉള്ളൂ, അത് വി.ഡി. സതീശൻ. മറ്റു പലരും, ഞാൻ അടക്കം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ, മറ്റു പലരും ഓപ്ഷനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒറ്റ ഒരാൾക്കേ സാധ്യതയുള്ളൂ, അത് വി.ഡി. സതീശന് മാത്രമായിരിക്കും. നിങ്ങൾ എങ്ങാനും വി.ഡിയെ തടഞ്ഞാൽ കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കില്ല അതിനെ എതിർത്ത് വരിക, പൊതുജനം എതിർത്ത് വരുന്ന ഒരു അവസ്ഥ UDF കാണേണ്ടി വരും, കോൺഗ്രസ് കാണേണ്ടി വരും. കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇത്രയും സ്ട്രാറ്റജിക്കലി കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി വരുന്നത് നാടിനും നാട്ടുകാർക്കും നല്ലതാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അയാളെ തഴയരുത്. അയാളെ തഴഞ്ഞാൽ ജനം നിങ്ങളെ അടുത്ത പ്രാവശ്യം തഴയും.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മൾ ആരുടെയൊക്കെ കുൽസിത പ്രവർത്തനങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ വാണി പ്രയാഗിന്റെ വീഡിയോ നമ്മൾ പ്രചരിപ്പിക്കേണ്ടി വന്നു. പാണക്കാട് കുടുംബാംഗമായ പാണക്കാട് ബഷീർ അലിയുടെ വീഡിയോ നമ്മൾ പ്രചരിപ്പിക്കേണ്ടി വന്നു. മലപ്പുറത്തെ കോൺഗ്രസ്സുകാരിയും മലപ്പുറത്തെ പഞ്ചായത്ത് മെമ്പറുമായ ഒരു കോൺഗ്രസ്സുകാരിയുടെ വീഡിയോ നമുക്ക് പ്രചരിപ്പിക്കേണ്ടി വന്നു. ഫിറോസ് കുന്നംപറമ്പിലിന്റെ വീഡിയോ നമുക്ക് പ്രചരിപ്പിക്കേണ്ടി വന്നു. ഇന്നലെ മൗദൂദി ചാനലിന്റെ വളർത്തുപുത്രനായ മുബാറക് റാവുത്തറിന്റെ വീഡിയോ നമുക്ക് പ്രചരിപ്പിക്കേണ്ടി വന്നു. അതിനിടയിൽ പാലക്കാട്ടെ കോൺഗ്രസിന്റെ കൗൺസിലറും ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അടുത്ത അനുയായിയായ പ്രക്ഷോഭിന്റെ മുണ്ടില്ലാത്ത ചിത്രം നമുക്ക് പ്രചരിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ നമ്മൾ പ്രചരിപ്പിക്കേണ്ടി വരുന്നു. ഇങ്ങനെ പോയാൽ അടുത്ത 5 വർഷം ഇവർ പ്രതിപക്ഷത്തിരുന്നാൽ നമുക്ക് രാഷ്ട്രീയം പറയാനുള്ള സമയവും സന്ദർഭവും ഉണ്ടാകത്തില്ല. പകരം ഇവരുടെ പീഡനങ്ങളും ഇവരുടെ അവിഹിതങ്ങളും ഇവരുടെ കുൽസിതങ്ങളും മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്ന് ഓർക്കുമ്പോൾ സൈബർ പോരാളി എന്നുള്ള നിലയിൽ എനിക്ക് വിഷമം ഇല്ലാതില്ല. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ, ഒരു തമാശയല്ലേ എന്ന് ഓർത്ത് നമുക്ക് തുടരാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.